മൊഡ്യൂൾ 5 IO ഓർഗനൈസേഷൻസ് ലാസ്റ്റ് ടോപ്പിക്കാണ്. മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിൽ 2 മെത്തേഡ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ലാസ്റ്റ് മെത്തേഡാണ് നമുക്ക് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്ന മെത്തേഡാണ്. സോ എന്താണ് DMA ഓപ്പറേഷൻസ്? സോ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പെരിഫറൽസ് ആൻഡ് ദ പ്രോസസ്സർ ഇൻ 3 വേസിൽ പറ്റും. നമ്മൾ ഫസ്റ്റ് സ്ലൈഡ്സിൽ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഫസ്റ്റ് മെത്തേഡ് പ്രോഗ്രാംഡ് IO, ദെൻ ഇൻട്രപ്റ്റ് ഡ്രിവൺ IO. 2 മെത്തേഡ്സും ഓൾറെഡി കവർ ചെയ്തു. ലാസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ DMA ആക്സസ് എന്ന് പറയുന്നത്. DMA കൺട്രോൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്ന മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ബൈ DMA? സോ നമ്മൾ 2 ക്ലാസ്സിലും പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഈവൻ ഇൻ പ്രോഗ്രാംഡ് IO ആയാലും ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ആയാലും അതിൻ്റെ അകത്ത് പ്രോസസ്സർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സർ വഴിയാണ്, ത്രൂ പ്രോസസ്സറാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ പ്രോഗ്രാംഡ് IOയിൽ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വഴി എക്സിക്യൂഷൻ വഴിയാണ് ചെയ്തിരുന്നത്. ഇൻട്രപ്റ്റ് ഡ്രിവണിൽ ഇൻട്രപ്റ്റ് വെച്ചിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് പ്രോസസ്സർ വഴിയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തത്. ബട്ട് ഇൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഈസ് എ മെത്തേഡ് ഓഫ് റിമൂവിങ് CPU ഫ്രം ദ റോൾ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ. അതാണ് അവിടുത്തെ പോയിന്റ്. ദ പ്രോസസ് ഈസ് റിമൂവിങ് there is no role for the CPU to do the data transfer, and peripheral manage the memory bus directly, letting the peripherals manage the memory buses directly or data transfer themselves with the help of some another device or another controller called a DMA controller. So processor അതിൻ്റെ involvement ഇല്ല. DMA മെത്തേഡ് ഇംപ്രൂവ്സ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ. സോ ഇതുവരെ നമ്മൾ പഠിച്ച 2 മെത്തേഡിനേക്കാളും ഫസ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ആയിരിക്കും നമ്മളുടെ DMA മെത്തേഡ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ DMA ട്രാൻസ്ഫർ ദ CPU is idle and has no control of the memory buses. സോ DMA കൺട്രോൾ വഴിയുള്ള ഡേറ്റ ട്രാൻസ്ഫറിലും നമ്മളുടെ മൈക്രോ കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ്സറിന് ഓപ്പറേഷൻസ് വേറെ എക്സിക്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും. സിസ്റ്റം ബസ് കംപ്ലീറ്റ് ഫ്രീ ആക്കും. സോ പ്രോസസ്സർ ചെയ്തതിനേക്കാളും സ്പീഡിൽ നമ്മളുടെ DMA കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് സിസ്റ്റം ബസ് ഫ്രീ ആക്കിയിട്ട് നമ്മൾ മൈക്രോ പ്രോസസ്സർ തിരിച്ചു കൊടുക്കും. അതാണ് DMA ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. DMA controller takes over the buses to manage the transfer directly between the IO device and memory. എന്ന് പറയുന്ന DMA controller takes over the buses. DMA റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സർ ഫ്രീ ആകും. ദെൻ പ്രോസസ്സർ അതിൻ്റെ സിസ്റ്റം ബസ്, അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും കംപ്ലീറ്റ് ഫ്രീ ആക്കിയിട്ട് DMA കൺട്രോളിന് കൊടുക്കും. DMA കൺട്രോളർ ഡയറക്റ്റ് നമ്മളെ പെരിഫറൽ ഡിവൈസും മെമ്മറിയും നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ മാനേജ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് അവർ DMA. There are 2 control signals in the CPU that facilitate the DMA transfer. So നമ്മളെ CPU നിന്ന് തന്നെ ഇതിന് DMA ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് 2 സിഗ്നൽസ് ഉണ്ടായിരിക്കും. ആ സിഗ്നൽസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ വി ആർ യൂട്ടിലൈസിങ് ദാറ്റ് സിഗ്നൽസ് ടു ഡു ദ DMA ഡാറ്റ ട്രാൻസ്ഫർ. സോ 2 സിഗ്നൽ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിലുള്ള 2 സിഗ്നലാണ് ബസ് റിക്വസ്റ്റ് ആൻഡ് ബസ് ഗ്രാൻഡ്. സോ നമ്മൾ ത്രൂഔട്ട് ദ ഡിസ്കഷനിൽ BR എന്നും BG എന്നും പറയുന്ന ടേം ഉപയോഗിക്കും. 2 മൈക്രോ പ്രോസസ്സറിലും നമ്മൾ DMAയിലുള്ള 2 സിഗ്നലാണ്. ഈ 2 ലൈൻസ് DMA കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിൽ ഫിസിക്കലി കണക്റ്റഡ് ആയിരിക്കും. സോ 2 ലൈൻ വഴി രണ്ടും. സോ 1 BR ലൈൻ ആൻഡ് BG ലൈൻ ഫ്രം DMA ആൻഡ് സെയിം ഈസ് ഗോയിങ് ടു മൈക്രോ പ്രോസസ്സർ. സോ BR BG എന്ന് പറയുന്ന 2 ലൈൻസ് വഴിയായിരിക്കും നമ്മൾ DMA ട്രാൻസ്ഫർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഈ ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്? ബസ് റിക്വസ്റ്റ് ഇൻപുട്ട് ഈസ് യൂസ്ഡ് ബൈ ദ DMA കൺട്രോളർ ടു റിക്വസ്റ്റ് ദ CPU ടു റിക്വസ്റ്റ് ദ കൺട്രോൾ ഓഫ് ദ ബസ്സസ്. ഓക്കെ, സോ ടു റിക്വസ്റ്റ് ഓർ ഗെറ്റ് ദ കൺട്രോൾ ഓഫ് ദ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ DMAയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് മെമ്മറി കൺട്രോളറിൽ നിന്ന് വരുന്ന ഒരു റിക്വസ്റ്റ് ലൈൻ ടു ദ CPU ആണ്. സോ വെനെവർ ദ DMA wants to do the DMA data transfer, it informs the CPU by the BR line. So മൈക്രോ പ്രോസസ്സറുണ്ട്, നമുക്ക് പ്രോസസ്സറുണ്ട്, ഇവിടെ DMA കൺട്രോളറുണ്ട്. സോ BR എന്ന് പറയുന്ന ലൈൻ ഉപയോഗിച്ച് ഈ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ റിക്വസ്റ്റ് ആദ്യം പ്രോസസ്സറിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യും. സോ ദിസ് DMA കൺട്രോളർ ഇഷ്യൂ എ സിഗ്നൽ ബസ് റിക്വസ്റ്റ് സിഗ്നൽസ് ടു ദ പ്രോസസ്സർ.
സോ പ്രോസസ്സറിലേക്ക് ഈ ബസ് റിക്വസ്റ്റ് സിഗ്നൽ വന്നാൽ എന്ത് സംഭവിക്കുക? വെൻ ദിസ് ഇൻപുട്ട് ഈസ് ആക്റ്റീവ് സി പി യു ടെർമിനേറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് കറണ്ട് ഇൻസ്ട്രക്ഷൻ. സോ ഇറ്റ് സെയിം ലൈക്ക് ഇൻട്രപ്റ്റ്. സോ BR എന്ന് പറയുന്ന സിഗ്നൽ പ്രോസസ്സറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രോസസ്സറിൻ്റെ ഇൻപുട്ട് സിഗ്നലാണ് അത്, പ്രോസസ്സറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സർ പ്രസൻറ്റ് ഇൻസ്ട്രക്ഷന് പെർഫോം ചെയ്തിട്ട് അവിടെ എക്സിക്യൂഷൻ temporarily stop ചെയ്യും and places the address bus, data bus and the read and write lines into high impedance state. high impedance state എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ലൈൻസിൻ്റെയും ഇമ്പിഡൻസ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലായിരിക്കും. അവിടെ നമുക്ക് അവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഈ ഡേറ്റയോ 0 1 ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരു ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോജിക് ഹൈയും ലോജിക് ലോയും അല്ലാത്ത ഇൻ ബിറ്റ്വീൻ ഒരു തേർഡ് സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ബസ് ഈസ് ദെൻ ഫ്രീ. വേറെ ആപ്ലിക്കേഷൻസിന് വേണ്ടി സിസ്റ്റം ബസ്സിനെ യൂസ് ചെയ്യാമെന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. സോ DMA കൺട്രോളർ ബസ് റിക്വസ്റ്റ് സിഗ്നൽ പ്രോസസ്സറിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സർ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്തിട്ട് പ്രോസസ്സർ എന്തിലേക്ക് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലേക്ക് അതിൻ്റെ അഡ്രസ് ബസ്സിനെയും ഡാറ്റാ ബസ്സിനെയും കൊണ്ടുവരും. ഓക്കെ, the CPU activates the bus grant. അപ്പോൾ രണ്ടാമത്തെ സിഗ്നലാണ് നമ്മളുടെ BG എന്ന് പറയുന്ന ബസ് ഗ്രാൻഡ് സിഗ്നൽ. ഔട്ട്പുട്ട് ഇൻഫോം ദ എക്സ്റ്റേണൽ DMA ദാറ്റ് ബസ്സസ് ആർ ഇൻ ദ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റ്. സോ നമ്മൾ പ്രോസസ്സർ പറഞ്ഞു, DMA പറഞ്ഞു, DMAയിൽ നിന്നൊരു സിഗ്നൽ ആദ്യം പ്രോസസ്സറിലേക്ക് വന്നു, പ്രോസസ്സർ സിസ്റ്റം എല്ലാം ഫ്രീ ആക്കി എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു, ബസ് എല്ലാം ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു. സോ ഇതാണ് നമ്മളുടെ ബസ് റിക്വസ്റ്റ്. ഈ ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റം ഫ്രീ ആക്കി പ്രോസസ്സർ ഈസ് റെഡി ടു ഇഷ്യൂ ദ സിസ്റ്റം ഫോർ ദ ഡാറ്റ ട്രാൻസ്ഫർ. അത് നമ്മൾ DMA ഇൻഫോം ചെയ്യണം. ഒരു ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലാണത്. സോ ബസ് റിക്വസ്റ്റിന് ശേഷം ബസ് ഗ്രാൻഡ് എന്ന് പറയുന്ന സിഗ്നൽ പ്രോസസ്സറിൽ നിന്ന് DMAയിലേക്ക് അത് കൊടുക്കും. സോ DMAയിലേക്ക് ആ സിഗ്നൽ വരുമ്പോൾ DMA കൺട്രോളറിന് മനസ്സിലാകും നൗ ദ സിസ്റ്റം ബസ് എന്ന് പറയുന്നത് അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഫ്രീ ആണ് എന്ന് DMA കൺട്രോളറിന് മനസ്സിലാകും. ദെൻ DMA വിൽ ടേക്ക് ചാർജ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. The DMA that originates the bus request can now take control of the buses to conduct memory transfer or data transfer. So bus grand signal നമ്മൾ DMAയിലേക്ക് വരുമ്പോൾ DMAക്ക് സിഗ്നൽസിന് DMAക്ക് മനസ്സിലാകും അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഫ്രീ ആയിട്ടുണ്ടെന്ന്. ഫ്രീ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡാറ്റാ ബസ്സിൽ നിന്നും അഡ്രസ് ബസ് ഉപയോഗിച്ച് നമ്മളുടെ റിക്വസ്റ്റ് ചെയ്ത പെരിഫറലും, ഇപ്പോൾ പെരിഫറലിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മൾ DMA കൺട്രോളറായിരിക്കും. സോ റിക്വസ്റ്റ് ചെയ്ത പെരിഫറലും അപ്പോൾ ഡാറ്റ കോപ്പി ചെയ്യേണ്ട മെമ്മറിയും എല്ലാം ആര് മാനേജ് ചെയ്യും? DMA കൺട്രോളർ മാനേജ് ചെയ്യും. ആ സമയത്ത് പ്രോസസ്സർ കംപ്ലീറ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും, ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും. When the DMA terminates the transfer, it disables the bus request line. So ഈ ഡാറ്റ ട്രാൻസ്ഫർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. സോ ഡാറ്റ ട്രാൻസ്ഫർ ഇനീഷ്യലി ആയ നേരത്തെ എന്താ ചെയ്തത്? നമ്മളെ പ്രോസസ്സറിലേക്ക് DMA കൺട്രോളർ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, ബസ് റിക്വസ്റ്റ് കൊടുത്തു. സോ ദിസ് ബസ് റിക്വസ്റ്റ് ഷുഡ് ബി ആക്റ്റീവ് ആസ് ലോങ് ആസ് ദ പ്രോസസ്സർ ഓർ DMA ഈസ് പെർഫോമിംഗ് ദ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നിടത്തോളം കാലം, എത്ര സമയം, ഹൗ ലോങ് ദ DMA ഈസ് ബിസി വിത്ത് ഡൂയിങ് ഡാറ്റ ട്രാൻസ്ഫർ, അത്രയും സമയത്ത് നമ്മളുടെ DMA ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ആക്റ്റീവ് ലോ ആണെങ്കിൽ ആക്റ്റീവ് ലോ സിഗ്നൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ അതിനുശേഷം ബസ് റിക്വസ്റ്റ് വന്നു. ബസ് റിക്വസ്റ്റ് വരുമ്പോൾ DMA കൺട്രോൾ ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യും. DMA കൺട്രോളർ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റ് ആവും. അതല്ലെങ്കിൽ ലോ ആയിരുന്നെങ്കിൽ അത് ഹൈയിലേക്ക് പോകും. ഹൈയിലേക്ക് പോകുമ്പോൾ പ്രോസസ്സറിലേക്ക് അത് ഇൻഡിക്കേഷൻ വരും, DMA ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്. ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് എന്ന ഇൻഫർമേഷൻ ബസ് റിക്വസ്റ്റ് ലൈൻ വഴി വരുമ്പോൾ ഈ ഗ്രാൻഡ് ലൈൻ എന്ന് പറയുന്നത് ഡീആക്ടിവേറ്റ് ചെയ്യും. ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നമ്മൾ DMA എന്ത് ചെയ്ത് കംപ്ലീറ്റ് ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ട്. പ്രോസസ്സർ വിൽ resume its work, get the control of the address bus and data buses and starts or resumes its current execution. ഇതാണ് നമ്മൾ DMA ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ഓവർവ്യൂ ആണ്. ഇതേ ടേംസിന് നമ്മൾ വീണ്ടും ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുമ്പോൾ വീണ്ടും പറയും ഇതേ ഓപ്പറേഷൻ തന്നെ. The CPU then takes control of the buses and returns to its normal operation. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ DMA കൺട്രോളറിൽ നിന്നുള്ള സിഗ്നൽസ് പ്രോസസ്സറിന്. ഓക്കെ, DMA കൺട്രോളറിനും നമ്മൾ പ്രോസസ്സറിനും അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഉണ്ട്. അതെല്ലാം ഫിസിക്കലി ഹാർഡ്വെയർ കണക്റ്റഡ് ആണ്. റീഡ് ലൈൻസ് ഉണ്ടാവും, റൈറ്റ് ലൈൻസ് ആണ്. റീഡ് ലൈൻസ് എന്ന് പറയുന്നത് ഡാറ്റ പെരിഫറിൽ നിന്ന് റീഡ് ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെങ്കിൽ, റൈറ്റ് ആണെങ്കിൽ നമ്മൾ പെരിഫറിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ റൈറ്റ് സിഗ്നൽസ് പ്രോപ്പറായിട്ട് ഈ റീഡ് ലൈറ്റ് സിഗ്നൽസിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മളുടെ
CPU ആൻഡ് DMA ആയിരിക്കും. ദെൻ CPU യിലേക്ക് ബസ് റിക്വസ്റ്റ് സിഗ്നൽ വരും. ഈ ബസ് റിക്വസ്റ്റ് സിഗ്നൽ ഇതേപോലെ തന്നെ ഒരു സിഗ്നൽ എവിടെയുണ്ട്, DMA കൺട്രോളറിലുണ്ട്. അതുപോലെ CPU യിൽ നിന്നൊരു സിഗ്നൽ പുറത്തേക്ക് പോകും, ബസ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. സോ ഈ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്, ഈ ബസ് ഗ്രാൻഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഡ് റൈറ്റ് സിഗ്നൽസിൻ്റെ എല്ലാം ഓപ്പറേഷൻസ് പിന്നെ ഡെഡ് ആയിരിക്കും. ഇതിനെ മാനേജ് ചെയ്യുന്ന റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് നമ്മളുടെ DMA കൺട്രോളർ ആയിരിക്കും. അതുപോലെ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും. സോ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് പിന്നെ DMA controller. So these are the signals in DMA and the processor for doing the DMA operation. There are several ways by which DMA control can perform the data transfer. Data transfer നമുക്ക് DMA control ഉപയോഗിച്ച് ഓരോ സിസ്റ്റം മാനുഫാക്ചേഴ്സ് അവരുടേതായ രീതിയിൽ അവരുടെ അൽഗോരിതമായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് ഓരോ യൂസറും ചെയ്യുന്ന കാര്യമല്ല. ആരാണോ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അവരാണ് ഈ DMA ഓപ്പറേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ മാനുഫാക്ചേഴ്സിനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് സ്കീംസ് മാത്രം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ, പറയുന്നേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്പേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. So several ways by which DMA control can perform data transfer. രണ്ടെണ്ണം നമ്മളിവിടെ പറയുന്നുള്ളൂ. ഒന്ന് ബേസ്റ്റ് ട്രാൻസ്ഫർ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. സോ രണ്ട് മെത്തേഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. ദർ ആർ മെനി വേസ് ബൈ വിച്ച് വി ക്യാൻ ഡു ദ DMA ഓപ്പറേഷൻ. സോ ബേസ്റ്റ് ട്രാൻസ്ഫർ ആൻഡ് സൈക്കിൾ സ്റ്റീലിംഗ് കോൺസെപ്റ്റ് മാത്രം എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ വാസ് ബേസ്റ്റ് ട്രാൻസ്ഫർ. ബേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് ഡാറ്റ, ബേസ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക്, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബേസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇൻ ബേസ്റ്റ് ട്രാൻസ്ഫർ എ ബ്ലോക്ക് സീക്വൻസ്, എ ബ്ലോക്ക് ഓഫ് ഡാറ്റ കൺസിസ്റ്റിംഗ് ഓഫ് എ നമ്പർ ഓഫ് മെമ്മറി വേർഡ്സ് ഈസ് ട്രാൻസ്ഫർഡ് ഇൻ എ കണ്ടിന്യൂസ് ബേസ്റ്റ് വൈൽ ദ DMA കൺട്രോളർ ഈസ് മാസ്റ്റർ ഓഫ് ദ മെമ്മറി ബസ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ DMA റിക്വസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസറിൽ നിന്ന് കൺട്രോൾ അഡ്രസ് ബസ്സിൻ്റെയും ഡാറ്റാ ബസ്സിൻ്റെയും കൺട്രോൾ സിഗ്നൽസിൻ്റെ എല്ലാം കൺട്രോൾ DMA കൺട്രോൾ ഏറ്റെടുത്തിട്ട് ഒരു ലാർജ് ബേസ്റ്റ് ഓഫ് മെമ്മറി വേർഡ്സ് ആയിരിക്കും അവിടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓപ്പറേഷൻസ് വിൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ DMA കൺട്രോളർ. This mode of transfer is needed for faster devices such as mined disk, where the data transmission cannot be stopped or slowed down until the entire block is transferred. സോ നമുക്കറിയാം ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ബേസ്റ്റ് ട്രാൻസ്ഫർ DMA ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെരി ഫാസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഹാർഡ് ഡിസ്കിൽ നിന്നൊക്കെ ഡാറ്റ കോപ്പി ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ 4GB 5GB ഉള്ള മൂവി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ കോപ്പി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ബേസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സൈക്കിൾ സ്റ്റീലിംഗ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഇത് സൈക്കിൾ സ്റ്റീലിംഗ് മെത്തേഡ് ഇറ്റ് അലൗസ് ദ DMA കൺട്രോൾ ടു ട്രാൻസ്ഫർ വൺ ഡാറ്റ വേർഡ്, ഓക്കെ, 8 or 16 അങ്ങനെ ചെറിയ ഒരു ഡാറ്റ വേർഡ് അറ്റ് എ ടൈം, ആഫ്റ്റർ വിച്ച് ഇറ്റ് മസ്റ്റ് റിട്ടേൺ കൺട്രോൾ ഓഫ് ദ ബസ് ടു ദ CPU. സോ നമ്മളുടെ പ്രോസസ്സറുണ്ട്, DMA കൺട്രോളറുണ്ട്, റിക്വസ്റ്റ് ചെയ്യും, ഗ്രാൻഡ് ചെയ്യും. സോ ഇത് പ്രോസസ്സർ, ഇത് DMA കൺട്രോളർ. സോ പ്രോസസ്സർ ഡാറ്റ ട്രാൻസ്ഫറിൽ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം ബസ്സിന് കൺട്രോൾ കൊടുക്കും. ഇവിടെ നമുക്ക് ഒരു 1 ബൈറ്റ് അല്ലെങ്കിൽ 1 വേർഡ് ഡാറ്റ ആയിരിക്കും അവിടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, പ്രോസസ്സർ വിൽ ഗീവ് DMA കൺട്രോൾ വിൽ ഗീവ് ദ കൺട്രോൾ ടു ദ പ്രോസസ്സർ. സോ പ്രോസസ്സറിൻ്റെ നോർമൽ എക്സിക്യൂഷൻ വളരെ ലോങ് ടൈമേക്ക് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ ഈ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത് ഓപ്പറേഷനിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഓരോ പർട്ടിക്കുലർ ടൈമിൽ ഡാറ്റ ട്രാൻസ്ഫർ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കും, കുറച്ച് സമയം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, ദെൻ തിരിച്ചു പോകും. ഓക്കെ, സോ ഈ രീതിയിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫറിനെയാണ് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടേക്ക് ദാറ്റ് കൺട്രോൾ ഫോർ എ വൈൽ. സ്റ്റീലിംഗ്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് പോലെ. സോ അങ്ങനെയുള്ള ഇതാണ്. സോ ഒരു ബസ് ഓപ്പറേഷൻസ് മാത്രമാണ്, ഒരു മെമ്മറി ഓപ്പറേഷൻ, ഒരു മെമ്മറി സൈക്കിൾ മാത്രമാണ് നമ്മളുടെ പ്രോസസ്സറിൽ നിന്ന് നമ്മുടെ DMA കൺട്രോളർ സ്റ്റീൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയാൻ കാരണം. ദ CPU merely delays its operation for one memory cycle to allow the direct memory transfer to steal one memory cycle. സ്റ്റീൽ ആ വേർഡ് അവിടെ ഇൻവെർട്ടഡ് കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ വൺ മെമ്മറി സൈക്കിൾ. ഒരു 1 മെമ്മറി സൈക്കിൾ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളെ പ്രോസസ്സറിൻ്റെ ടൈം നമ്മുടെ DMA കൺട്രോളർ സ്റ്റീൽ ചെയ്യാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ പ്രോസസ്സറിന് സൈക്കിൾ സ്റ്റീലിംഗ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയാൻ കാരണം. DMA controller have an interfacing circuit to communicate with the CPU and its I/O devices. So നമ്മളുടെ പ്രോസസ്സർ ഉണ്ട്, there will be many I/O devices. ഓരോ I/O ഡിവൈസിന് അതിൻ്റേതായ അഡ്രസ്സ് ഉണ്ട്. അഡ്രസ് 1,
അഡ്രസ് ടു ഓരോ അഡ്രസ്സിനെയും നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ്റർഫേസിങ് യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓരോ ഇൻ്റർഫേസിങ്. സോ നമ്മൾ അഡ്രസ് ബസ്സിൽ നിന്ന് ഡാറ്റ വരുമ്പോൾ ഡീകോഡിങ് യൂണിറ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് പെരിഫറലിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സറിനും ഡി എം എ കൺട്രോളറിനും ഒരു ഇൻ്റർഫേസിങ് സർക്യൂട്ട് ഉണ്ടായിരിക്കും. ആ ഇൻ്റർഫേസിങ് സർക്യൂട്ടാണ് ഈ ഡി എം എയുടെ അഡ്രസ്സ്. സോ ഈ ഡി എം എ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഐ ഒ ഡിവൈസ്. ഓക്കെ, സോ ഡി എം എയുടെ ആ ഒരു അഡ്രസ്സ് നമ്മൾ അതിൻ്റെ അകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഡി എം എ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പ്രോസസ്സറിൽ നിന്ന് ഡി എം എ റിക്വസ്റ്റ് വരുമ്പോൾ ഡി എം എയുടെ അഡ്രസ്സ് ആയിരിക്കും നമ്മളെ പ്രോസസ്സർ ആദ്യം പ്ലേസ് ചെയ്യുന്നത്. അത് ഇൻ്റർഫേസിങ് യൂണിറ്റിൽ വരുമ്പോൾ ഇൻ്റർഫേസിങ് യൂണിറ്റിന് മാത്രം മനസ്സിലാകും, ഇതിനൊന്നും മനസ്സിലാവില്ല ഇത് ഡി എം എ റിക്വസ്റ്റ് ആണെന്ന്. സോ ഈ ഡി എം എ കൺട്രോളർ ആക്ടിവേറ്റ് ആവും. പെരിഫറൽസ് നിന്നുള്ള റിക്വസ്റ്റും പെരിഫറിൽ നിന്നുള്ള റിക്വസ്റ്റും പെരിഫറിലേക്കുള്ള റിക്വസ്റ്റും. സോ ഡി എം എ കൺട്രോളറിലേക്കായിരിക്കും പിന്നെ നമ്മളെല്ലാ ഐ ഒ ഡിവൈസും. സോ IO1, IO2, IO3 ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡി എം എ കൺട്രോളറിലേക്കായിരിക്കും, ഡി എം എ നേരിട്ട് പ്രോസസ്സറിലേക്ക്. സോ ഈ സ്കീം പിന്നെ ഉപയോഗിക്കില്ല. ഓക്കെ, സോ പ്രോസസ്സർ ഡി എം എയുടെ അഡ്രസ്സ് ആദ്യം ഇവിടെ പ്ലേസ് ചെയ്യും. ആ ഇൻ്റർഫേസിങ് യൂണിറ്റ് അത് ഡി എം എ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഏത് ഡിവൈസാണോ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഡിവൈസിലേക്കാണോ റിക്വസ്റ്റ് പോകുന്നത്, ഇതിനനുസരിച്ചെല്ലാം ഇതിൻ്റെ കൺട്രോൾ എല്ലാം ചെയ്യുന്നത് ഡി എം എ ആണ്. സോ പെരിഫറൽസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. ദെൻ സിസ്റ്റം ബസ്സിലേക്ക് ബസ്സിൻ്റെ ആക്സസ് റിക്വസ്റ്റ് ചെയ്യും. സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് ഗെറ്റ് ചെയ്തതിന് ശേഷം ഡി എം എ ഓപ്പറേഷൻ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ചെയ്യും. ദെൻ തിരിച്ച് പ്രോസസ്സറിനെ തിരിച്ച് ഫ്രീ ആക്കും. ഇതാണ് തിരിച്ച് പ്രോസസ്സിന് റെസ്യൂം ചെയ്യും. ഇതാണ് നമ്മൾ ഡി എം എ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഡി എം എ കൺട്രോളർ ഹാവ് ആൻ ഇൻ്റർഫേസിങ് സർക്യൂട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ CPU ആൻഡ് ദ IO ഡിവൈസ്. സോ നമ്മളുടെ മൈക്രോ സിസ്റ്റത്തിലുള്ള ഡി എം എ കൺട്രോളറിന് അതിൻ്റേതായ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലേക്ക് മൈക്രോ പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് വരുമ്പോൾ ആ ഡി എം എയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ IO ഡിവൈസിനെയും പ്രോപ്പറായിട്ട് ഡി എം എ കൺട്രോളർ മാനേജ് ചെയ്യും. സോ ഡി എം എ ഇറ്റ് സെൽഫ് ഈസ് ഹാവിങ് ഇൻസൈഡ് എ കൺട്രോൾ സർക്യൂട്ടറി. ഓക്കെ, ആൻഡ് ഹാവ് എൻ അഡ്രസ് രജിസ്റ്റർ. നമ്മൾ ഡി എം എ പ്രോസസ്സറിൻ്റെ അകത്ത് ഡി എം എ കൺട്രോളറിൻ്റെ അകത്ത് നമുക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിന് പറയുന്ന പേരാണ് അഡ്രസ് രജിസ്റ്റർ. സോ ഈ രജിസ്റ്ററിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ IO ഡിവൈസിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക്, ഇതാണ് നമ്മൾ മെമ്മറിയിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ IO ഓപ്പറേഷൻ, ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ IO ഡിവൈസ് ഉണ്ട്. ഈ IO ഡിവൈസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ പ്രോപ്പറായിട്ട് ഏത് മെമ്മറിയിലേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ മെമ്മറിയിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്രസ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഈ ഡി എം എ കൺട്രോളറുടെ അഡ്രസ് രജിസ്റ്ററിലാണ്. എ വേർഡ് കൗണ്ട് രജിസ്റ്റർ. സോ പ്രോസസ്സർ നമ്മൾ ഡി എം എ കൺട്രോളർ ഇൻഫോം ചെയ്തിരിക്കും 10 കിലോബൈറ്റ്സ് ആണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ 10 കിലോബൈറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് ആയ നമ്പർ ഓഫ് വേർഡ് കൗണ്ട് ഈ വേർഡ് കൗണ്ട് രജിസ്റ്ററിൽ ഡി എം എയുടെ വേർഡ് കൗണ്ട് രജിസ്റ്ററിലേക്ക് പ്രോസസ്സർ റൈറ്റ് ചെയ്യും. സോ ദ വേർഡ് കൗണ്ട് രജിസ്റ്റർ ഹോൾഡ്സ് ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഓർ നമ്പർ ഓഫ് വേർഡ്സ് ടു ബി ട്രാൻസ്ഫർഡ് ആൻഡ് സെറ്റ് ഓഫ് അഡ്രസ് ലൈൻസ്. നമ്മളുടെ IO ഡിവൈസിന് മാനേജ് ചെയ്യാൻ കേപ്പബിളായ അത്രയും നമ്പർ ഓഫ് IO ലൈൻസും ഡി എം എ കൺട്രോളറിൽ ഉണ്ടായിരിക്കും. ദ അഡ്രസ് രജിസ്റ്റർ ആൻഡ് അഡ്രസ് ലൈൻസ് ആർ യൂസ്ഡ് ഫോർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ മെമ്മറി. സോ നമ്മളുടെ അഡ്രസ് രജിസ്റ്ററിലെ കണ്ടൻറ്റും അഡ്രസ് ലൈൻസും ഉപയോഗിച്ചിട്ടാണ് ഈ മെമ്മറി 1, 2, 3, 4 എന്ന് പറയുന്ന റോമോ റാമോ വാട്ടർ ഇറ്റ് മേ ബി വാട്ട് എവർ ബി യുവർ ഡാറ്റ റിക്വസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയ മെമ്മറിയെ മാനേജ് ചെയ്യാനാണ് നമ്മളുടെ അഡ്രസ് രജിസ്റ്ററും അഡ്രസ് ലൈൻസും യൂസ് ചെയ്യുന്നത്. ദ വേർഡ് കൗണ്ട് രജിസ്റ്റർ സ്പെസിഫൈ ദ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫർഡ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എത്ര വേർഡാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ് വേർഡ് കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡി എം എ കൺട്രോളറിലെ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഡി എം എ കൺട്രോളറിനും മൈക്രോ പ്രോസസ്സറിനും IO ഡിവൈസിനും അതെല്ലാം മെമ്മറി അതിനെല്ലാം കൂടിയിട്ടൊരു അഡ്രസ് ബസ് ഉണ്ടായിരിക്കും, ഒരു ഡാറ്റാ ബസ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും എല്ലാം നമ്മളുടെ ഈ സിസ്റ്റംസ് എല്ലാമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. സോ ഇൻറ്റേർണൽ ബസ് ഇതെല്ലാമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ആണ്. Then inside our DMA we have address register, word count register and a control register. Then പെരിഫറൽസ് ഏത് പെരിഫറൽസ് ആണോ നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ വേണ്ടത് അതിലേക്ക് ഡി എം എ റിക്വസ്റ്റ്. സോ പെരിഫറലിൽ നിന്നൊരു ഡി എം എ റിക്വസ്റ്റ് ആദ്യം വരും. സോ അതാണ് ഡി എം എ കൺട്രോളറിനെ ഇൻഫോം ചെയ്യും ഐ വോണ്ട് ടു ഡു സം ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക്
നമ്മൾ ഹാർഡ് ഡിസ്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നൊരു റിക്വസ്റ്റ് ഡി എം എ കൺട്രോളറിലേക്ക് വരും. സോ ഡി എം എ കൺട്രോളർ പ്രോസസ്സറിന് ബസ് റിക്വസ്റ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബസ് റിക്വസ്റ്റ് ലൈൻ വഴി റിക്വസ്റ്റ് ചെയ്തിട്ട് ഡി എം എ ഓപ്പറേഷൻസ് റിക്വസ്റ്റ് ചെയ്തിട്ട് ബസ്സുകളെല്ലാം ഇൻറ്റേർണൽ ബസ്സിനെല്ലാം ഫ്രീ ആക്കും. ദെൻ ഫ്രീ ആയതിനു ശേഷം ആദ്യം പറഞ്ഞതുപോലെ പ്രോസസ്സർ സിഗ്നൽ ഡി എം എയിലേക്ക് ഒരു സിഗ്നൽ ഇഷ്യൂ ചെയ്യും. ആ സിഗ്നലിൻ്റെ പേരാണ് ബസ് ഗ്രാൻഡ് എന്ന് പറയുന്ന സിഗ്നൽ. ബസ് ഗ്രാൻഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റം ബസ് എല്ലാം ഫ്രീ ആണ്, പ്രോസസ്സർ ഇപ്പോൾ എക്സിക്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല. നൗ അതിന് മുമ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് പ്രോസസ്സറിന് മനസ്സിലാകും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ദിസ് മൂവി ഇത്ര കിലോ ബൈറ്റ്സ് സൈസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര GB സൈസ് ഉണ്ട്, ആ മൂവി ഇരിക്കുന്നത് ഹാർഡ് ഡിസ്കിൽ ഇത്ര ലൊക്കേഷനിലാണ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മളുടെ രജിസ്റ്ററിലേക്ക് പ്രോസസ്സർ റൈറ്റ് ചെയ്യും. അഡ്രസ് രജിസ്റ്ററിലേക്കും കൗണ്ട് രജിസ്റ്ററിലേക്കും കൺട്രോൾ രജിസ്റ്ററിലേക്ക് ഇതെല്ലാം ഇൻഫർമേഷൻസ് എല്ലാം ആവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ഡേറ്റയാണ് എവിടെ നിന്നാണ് ഡേറ്റ പോകുന്നത്, ഹൗ മെനി ഡേറ്റ, അതിൻ്റെ കൺട്രോളും പ്രോപ്പറായിട്ട് എല്ലാ സിഗ്നൽസും എല്ലാ ഇൻഫർമേഷൻസും ഈ 3 രജിസ്റ്ററിലേക്ക് പ്രോസസ്സർ റൈറ്റ് ചെയ്യും. ദെൻ ഡി എം എ റിക്വസ്റ്റിൽ കറസ്പോണ്ടിങ് ആയ ഒരു അക്നോളജ് ഡി എം എ ഇത്രയും ഓപ്പറേഷന് ശേഷമായിരിക്കും നമ്മൾ ഡി എം എ കൺട്രോളർ ഒരു ഡി എം എ അക്നോളജ് നൗ ദ സിസ്റ്റം ഈസ് റെഡി, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡി എം എ നമ്മളുടെ ഹാർഡ് ഡിസ്കിനെ തിരിച്ച് ഇൻഫോം ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ഡി എം എ അക്നോളജ് എന്ന് പറയുന്നത്. സോ ഡി എം എ അക്നോളജ് ഹാർഡ് ഡിസ്കിൽ വരുമ്പോൾ ഹാർഡ് ഡിസ്കിന് സബ് റൂട്ടീനിൽ നമ്മൾ മെമ്മറി പ്രോസസ്സറിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡി എം എയും മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മളുടെ ഡി എം എ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്കത് എഴുതാവുന്നേ ഉള്ളൂ എന്താണ് ഡി എം എ കൺട്രോളർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് 2 ഡി എം എ സെലക്ട് ആൻഡ് രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന 2 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ഈ 2 ലൈൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് നമ്മളെ പ്രോസസ്സറിന് ആവശ്യമായ രജിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലേക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽ കൊടുത്തിട്ട് ഓരോ രജിസ്റ്ററിനെയും പ്രോസസ്സർ ഡി എം എ കൺട്രോളർ ഇതിനെ എനേബിൾ ആക്കി വയ്ക്കും. ആ സമയത്ത് ഡാറ്റാ ബസ്സിലുള്ള ഡാറ്റ. സോ ആദ്യം അഡ്രസ് ബസ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട മെമ്മറി ബ്ലോക്കിൻ്റെ അഡ്രസ്സിൻ്റെ ഇനീഷ്യൽ അഡ്രസ്സ് പ്രോസസ്സർ അഡ്രസ് ബസ് വഴി അല്ലെങ്കിൽ ഡാറ്റാ ബസ് വഴിയിലേക്ക് വരും. അത് അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഈ ഡി എം എ സെലക്ട് ആൻഡ് രജിസ്റ്റർ സെലക്ട് ഈ 2 സിഗ്നൽസ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ടുള്ള രജിസ്റ്ററിനെ പ്രോസസ്സർ സെലക്ട് ചെയ്യും. ഓക്കെ, ഒരിക്കൽ ഡാറ്റ ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്ത് ഓരോ ഡാറ്റ ട്രാൻസ്ഫറും കംപ്ലീറ്റ് ആകുമ്പോൾ വേർഡ് കൗണ്ട് ഇങ്ങനെ 1 by 1 കുറഞ്ഞുകൊണ്ടിരിക്കും. സെയിം ലൈക്ക് അവർ ലൂപ്പ്. നമുക്ക് 10 bytes ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിൽ നമ്മളെന്താ ആദ്യത്തെ ബസ്സിന് ആദ്യത്തെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, ദെൻ കൗണ്ട് ഒന്ന് കുറയ്ക്കും, കൗണ്ട് 0 ആയോ നോക്കും, 0 ആയെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും, ആയില്ല എങ്കിൽ പ്രോസസ്സർ റിപ്പീറ്റ്. അതുപോലെ തന്നെയാണ് ഓരോ ബൈറ്റ്സിനെയും ഓരോ വേർഡിനെയും ഡി എം എ റിക്വസ്റ്റ് വഴി ഡി എം എ കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കൗണ്ട് ഒന്ന് കുറയും. ഓരോ പ്രാവശ്യം കൗണ്ട് കുറഞ്ഞ് 0 എത്തുമ്പോൾ ഡാറ്റ റിക്വസ്റ്റ് ലൈൻസ് ലോ ആക്കി പ്രോസസ്സറിന് ഇൻഫോം ചെയ്യും ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡാറ്റ ട്രാൻസ്ഫർ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ പ്രോസസ്സർ സിസ്റ്റം ബസ്സിൻ്റെയും ഡാറ്റ ബസ്സിൻ്റെയും അഡ്രസ് ബസ്സിൻ്റെയും കൺട്രോൾ ഏറ്റെടുത്തിട്ട് പ്രോസസ്സർ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യും. ഇതാണ് നമ്മളുടെ ഡി എം എ കൺട്രോളറും പ്രോസസ്സറും തമ്മിലുള്ള സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി എം എ കൺട്രോൾ എങ്ങനെയാണ് ഈ ഡി എം എ കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോളർ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സി പി യു ഇനീഷ്യലൈസസ് ഡി എം എ ബൈ സെൻഡിങ്. എന്തൊക്കെയാണ് സെൻഡ് ചെയ്യുന്നത്, ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ മെമ്മറി ബ്ലോക്ക് വേർ ഡാറ്റ ആർ അവൈലബിൾ. സോ റീഡ് ചെയ്യാനാണെങ്കിൽ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയുടെ ആദ്യത്തെ ഇനീഷ്യൽ അഡ്രസ് ലൊക്കേഷൻസ് കൊടുക്കും. ഓർ വേർ ഡാറ്റ ടു ബി സ്റ്റോർഡ്, റൈറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന മെമ്മറിയുടെ ആദ്യത്തെ അഡ്രസ്സ് കൊടുക്കും. സോ ഇത് നമ്മളുടെ സി പി യുവിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നലാണ്, ഡി എം എ കൺട്രോളറിന് കിട്ടുന്ന സിഗ്നലാണ്. ദെൻ ദ വേർഡ് കൗണ്ട്, ഹൗ മെനി ഡാറ്റ ആർ ടു ബി ട്രാൻസ്ഫേർഡ്, ആ ഇൻഫർമേഷനും പ്രോസസ്സറാണ് ഡി എം എ കൺട്രോളറിന് ഇഷ്യൂ ചെയ്യുന്നത്. കൺട്രോൾ ടു സ്പെസിഫൈ ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ സച്ച് ആസ് റീഡ് ഓർ റൈറ്റ്, നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാണോ വേണ്ടത്, മെമ്മറിയിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെമ്മറിയിലേക്കാണോ റാമിലേക്കാണോ ഡാറ്റ കോപ്പി ചെയ്യേണ്ടത്, തുടങ്ങിയ ഓപ്പറേഷൻസ് അതിൻ്റെ കൺട്രോൾ സിഗ്നൽസ് എല്ലാം പ്രോസസ്സറാണ് ഡി എം എക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നത്തിങ് ബട്ട് റീഡ് സിഗ്നൽ ആൻഡ് റൈറ്റ് സിഗ്നൽ. സോ റീഡ് ആൻഡ് റൈറ്റ് സിഗ്നലിനെ പ്രോപ്പറായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ പ്രോസസ്സറാണ്.
കൺട്രോൾ ടു സ്റ്റാർട്ട് ദ DMA ട്രാൻസ്ഫർ. നമ്മൾ DMA വെറുതെ വർക്ക് ചെയ്യില്ല, അതിനൊരു പ്രോഗ്രാം റൺ ചെയ്യണം. അപ്പോൾ റണ്ണിങ് ബിഹൈൻഡ് ഹു ഈസ് ഹെൽപ്പിംഗ് അവർ CPU. സോ CPU അതിന് കറസ്പോണ്ടിങ് ആയ DMA സ്റ്റാർട്ട് എന്ന് പറയുന്ന കമാൻഡും ഓരോ എക്സിക്യൂഷനും നടത്തുന്നത് നമ്മളുടെ CPU ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ DMA ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ കൗണ്ട് 0 ആകണമെന്ന് പറഞ്ഞു. കൗണ്ട് 0 ആയോ എന്ന് നമുക്ക് പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻ വഴിയും ചെക്ക് ചെയ്യാൻ പറ്റും. സോ DMAയിലുള്ള രജിസ്റ്ററായ കൗണ്ട് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് പ്രോസസ്സറിന് നമുക്കിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രോസസ്സറിന് റീഡ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് വേണമെങ്കിൽ ഇഫ് യൂസർ ഡിസൈഡ്സ് ടു സ്റ്റോപ്പ് ദ ഡാറ്റ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഒരു ക്യാൻസൽ എന്ന് പറയുന്ന സിഗ്നലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ കൗണ്ട് രജിസ്റ്റർ 0 ആയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക തുടങ്ങിയ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് പ്രോസസ്സറിന് നമ്മൾ DMAയെ ബൈപ്പാസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ പ്രോസസ്സറിന് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് DMOയിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും DMA ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാനോ ഹോൾട്ട് ചെയ്യാനോ പോസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സപ്പോർട്ട് കൂടിയിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, DMA ട്രാൻസ്ഫർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. സോ എന്ത് ചെയ്യും, DMA റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, സോ ഡാറ്റ റൈറ്റ് ആൻഡ് റിക്വസ്റ്റ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡാറ്റ റീഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും റിക്വസ്റ്റ് വരിക. സോ റിക്വസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ വഴി DMAയിലേക്ക് നമ്മൾ പെരിഫറൽ നിന്ന് ഇൻഫർമേഷൻ വന്നു. ദെൻ അത് DMA കൺട്രോളർ ബസ് റിക്വസ്റ്റ് വഴി പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യും. പ്രോസസ്സർ എക്സിക്യൂഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഹോൾട്ട് ചെയ്ത് എല്ലാ സ്റ്റാക്കിലേക്ക് പ്രസൻറ്റ് അഡ്രസ്സ് എല്ലാം സേവ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ സെറ്റിലിംഗ് എവറിതിങ്, ഓക്കെ, ആവശ്യമായ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്തതിന് ശേഷമായിരിക്കും ബസ് ഗ്രാൻഡ് സിഗ്നൽസ് വഴി പ്രോസസ്സർ DMA കൺട്രോളറിനെ ഇൻഫോം ചെയ്യുന്നത്. DMA കൺട്രോളർ പ്രോപ്പറായിട്ടുള്ള രജിസ്റ്റേഴ്സ് നെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സും കൗണ്ടും കൺട്രോൾ സിഗ്നൽസ് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും. ദെൻ DMA അക്നോളജ് സിഗ്നൽ കൊടുക്കും. പ്രോസസ്സറിന് പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡാറ്റാ ബസ് വഴി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഏത് മെമ്മറിയാണോ ആ മെമ്മറിയിലേക്ക് ഡാറ്റ കൊടുക്കും. ഓക്കെ, സോ ഡാറ്റാ ബസ്സിൻ്റെ കൺട്രോള് ഈ ബസ് ഗ്രാൻഡ് സിഗ്നൽസ് വന്നതിന് ശേഷം ഡാറ്റാ ബസ്സിൻ്റെ കൺട്രോൾ ഡാറ്റാ ബസ് കൺട്രോൾ കംപ്ലീറ്റ് DMAയുടെ കയ്യിലായിരിക്കും. സോ DMAയിലായിരിക്കും നമ്മൾ ഡാറ്റ അഡ്രസ്സിന് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ DMA കൺട്രോളറായിരിക്കും. സോ DMA കൺട്രോളറിലുള്ള ഈ അഡ്രസ് രജിസ്റ്ററിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്നതാണ്. നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് കൗണ്ടും പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്നതാണ്. കൺട്രോൾ സിഗ്നൽസ് റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽസും നമ്മളുടെ പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ ഇനീഷ്യൽ അഡ്രസ്സ് വന്നതിന് ശേഷം പെരിഫറൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഡാറ്റാ ബസ്സിൽ വഴി റീഡ് ചെയ്യും. ദെൻ ഏത് ലൊക്കേഷൻസിലേക്കാണ് ഡാറ്റ പോകേണ്ടതെന്ന് ഇവിടുത്തെ കണ്ടൻറ്റ് അത് നമ്മൾ അഡ്രസ് ബസ്സിലേക്ക് പ്ലേസ് ചെയ്യും. ആ മെമ്മറിയിലേക്ക് ആ ഡാറ്റ റൈറ്റ് ചെയ്തതിന് ശേഷം കൗണ്ട് ഒന്ന് ഡിക്രീസ് ചെയ്യും. അഡ്രസ് രജിസ്റ്ററിൻ്റെ കൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ പെരിഫറൽ നിന്ന് റീഡ് ചെയ്ത് അത് ഡാറ്റാ ബസ്സിൽ അവൈലബിൾ ആയതിനു ശേഷം എഗെയിൻ ഇൻക്രീസ് ചെയ്ത അഡ്രസ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് അഡ്രസ് ബസ് വഴി വീണ്ടും അടുത്ത മെമ്മറി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മുടെ ഡാറ്റാ ബസ്സിലുള്ള ഡാറ്റ അതിലേക്ക് അതിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയ റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും പ്രോപ്പറായിട്ട് നമ്മളുടെ DMA കൺട്രോളർ ഇഷ്യൂ ചെയ്യും. സോ പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യേണ്ടതാണ് കേസാണെങ്കിൽ, ഇവിടെ നിന്ന് റീഡ് ചെയ്തിട്ട് പെരിഫറിലേക്ക് വരേണ്ട കേസാണെങ്കിൽ റീഡ് സിഗ്നലായിരിക്കും പ്രോസസ്സർ DMA കൺട്രോളർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ പെരിഫറിൽ നിന്നുള്ള ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യേണ്ട കേസിലാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന സിഗ്നലായിരിക്കും. സോ നമ്മൾ DMA കൺട്രോളറിലുള്ള കൺട്രോൾ സർക്യൂട്ടറിയാണ് പ്രോപ്പറായിട്ട് ഈ അഡ്രസ് രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ അഡ്രസ് രജിസ്റ്ററിലേക്ക് വെക്കുന്നതും ഈ റീഡ് സിഗ്നൽ റൈറ്റ് സിഗ്നൽസ് എല്ലാം പ്രോപ്പറായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ DMA കൺട്രോളറിലുള്ള കൺട്രോൾ സർക്യൂട്ടറി ആയിരിക്കും. പ്രോസസ്സറിലുള്ള കൺട്രോൾ സർക്യൂട്ടറി അല്ല, പ്രോസസ്സർ ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിന് ആ സമയത്ത് ഒരു റോളുമില്ല, പ്രോസസ്സർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും, ഒരു സിഗ്നലോ ഒന്നും കൊടുക്കില്ല, ഐഡിയൽ സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, സോ ഈ കൗണ്ട് 0 ആകുമ്പോൾ ബസ് റിക്വസ്റ്റ് ലൈൻസ് ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ DMA അതിൻ്റെ അർത്ഥം DMA ഓപ്പറേഷൻസ് കംപ്ലീറ്റഡ് ആയി അല്ലെങ്കിൽ ആ
someone stopped the operations എന്നാണ്. ബസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഡിസേബിൾ ആകും. ദെൻ അഡ്രസ് ബസ്സിൻ്റെയും ഡാറ്റ ബസ്സിൻ്റെയും കൺട്രോൾ സർക്കിൾ സിഗ്നൽസിൻ്റെയും കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സറിൻ്റെ കയ്യിലായിരിക്കും. അഗെയിൻ ദാറ്റ് മീൻസ് പ്രോസസ്സറിൽ നിന്ന് മനസ്സിലാകും ഒരു ഡാറ്റ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാകും. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഡിവൈസിൽ ഉള്ള കേസ് ആണെങ്കിൽ, അതായത് നമ്മൾ DMAയിലേക്ക് ഇവിടെ ഒരു പെരിഫറലിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി മോർ ദാൻ വൺ ഡിവൈസ്, ഓക്കെ 2 or 3 or 4 വാട്ട് എവർ ഇറ്റ് മേ ബി, അത്രയും ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഡിവൈസ് നമ്പർ 1 ആണ്. ഇതേപോലെ തന്നെ ഡിവൈസ് നമ്പർ 2 ഉണ്ട്. അതിന് വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലെ DMA റിക്വസ്റ്റും DMA acknowledgeും അടുത്തവ. So the pair of these two signals should be available depends on as many inputs as you have. Okay, so നമുക്ക് 10 IO ഡിവൈസ് ആണ് DMAയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 10 into 2 12 നമുക്ക് 12 സിഗ്നൽസ് വേണം, അല്ലെങ്കിൽ DMA acknowledge 10 വേണം, DMA റിക്വസ്റ്റും 10 വേണം. സോ ഓരോ ഇൻഡിവിജ്വൽ പെരിഫറൽ ഡിവൈസിലേക്കും ഈ DMA റിക്വസ്റ്റും DMA acknowledgeും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഈ അഡ്രസ് രജിസ്റ്ററും, ഓക്കെ, സോ ഈ പെയർ എന്ന് പറയുന്നത്, കൗണ്ട് എന്ന് പറയുന്നത് ഡിവൈസ് 1-നായിരിക്കും. ദെൻ അടുത്ത സെക്കൻഡ് ഡിവൈസിന് വേണ്ടിയിട്ടും ഒരു അഡ്രസ് രജിസ്റ്റർ വേണ്ടായിരിക്കണം, ഒരു കൗണ്ട് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. സോ ഇതൊരു സെക്കൻഡ് ഡിവൈസിന് ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കണം. അതുപോലെ മൂന്നാമത്തെ ഡിവൈസിനും ഇതുപോലെ ഒരു അഡ്രസ് രജിസ്റ്ററും ഒരു കൗണ്ട് രജിസ്റ്ററും വേണം. സോ ഏത് ഡിവൈസിന് ഇങ്ങനെ മോർ ദാൻ വൺ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്ന കേസിൽ ഏത് ഡിവൈസിനാണ് പ്രയോറിറ്റി വേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രപ്റ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത് പോലെ ഏത് പെയറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന് ആദ്യത്തെ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പ്രോഗ്രാം നമുക്ക് DMA കൺട്രോളറിൽ ചെയ്തു വയ്ക്കാൻ പറ്റും. സോ ഏത് ഡിവൈസാണ് റിക്വസ്റ്റ് ചെയ്തത് അതിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഡിവൈസിന് ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കും DMA കൺട്രോളർ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പ്രയോറിറ്റി അസൈൻമെൻറ്റ് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ ഹാർഡ്വെയർ, സോ ഹൈസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഡിവൈസ് ഹൈ പ്രയോറിറ്റി ഉള്ള DMA അക്നോളജ് DMA റിക്വസ്റ്റ് പെയറിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കേണ്ടത്. സോ ആ രീതിയിൽ നമ്പർ ഓഫ് ഡിവൈസിനെയും നമുക്ക് DMA കൺട്രോളർ വഴി മാനേജ് ചെയ്യാൻ പറ്റും. ഒരു IO ഡിവൈസിന് ഒരു DMA കൺട്രോളർ വെച്ച് വേണമെന്നില്ല. all of our IO device can manage with our one DMA കൺട്രോളർ. സോ ആവശ്യമായ കൺട്രോൾ സിഗ്നൽസ് എല്ലാം മാനേജ് ചെയ്യുന്നത് DMA കൺട്രോളർ ആയിരിക്കും. സോ ഈ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഓപ്പറേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. CPU communicates with DMA as if DMA is its IO. നമ്മളുടെ DMA പ്രോസസ്സർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു DMA ഇറ്റ്സെൽഫ് ഈസ് ആൻ IO ഡിവൈസ്. ഒരു IO ഡിവൈസ് ആയിട്ടാണ് DMA കൺട്രോളറിനെ നമ്മൾ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. DMA have its own address which activates the DS and RS lines, data select and register select lines. നമ്മളുടെ DMA കൺട്രോളർ 2 ലൈൻസ് ആയിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ 2 ലൈൻസാണ് ഡാറ്റ സെലക്ട് DS ആൻഡ് RS എന്ന് പറയുന്ന 2 ലൈൻസ്, ഈ 2 ലൈൻസ്. ഓക്കെ, സോ ആ 2 ലൈൻസിലേക്ക് ആവശ്യമായ സിഗ്നൽസ് വരും. സോ DMA ഹാവ് ഇറ്റ്സ് ഓൺ അഡ്രസ്സ്, DMAക്ക് അതിൻ്റെതായ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും വിച്ച് ആക്ടിവേറ്റ്സ് ദ DS ആൻഡ് RS ലൈൻ. സോ നമ്മൾ DMAയുടെ ഇൻ്റർഫേസ് യൂണിറ്റ്സിലേക്ക് DMAയുടെ അഡ്രസ്സ് വരുമ്പോൾ DSനെയും RSനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള രജിസ്റ്ററിന് സെലക്ട് ചെയ്ത് വയ്ക്കും. വൺസ് DMA റിസീവ്സ് ദ സ്റ്റാർട്ട് കൺട്രോൾ കമാൻഡ് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ദ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പെരിഫറൽ ഡിവൈസ് ആൻഡ് ദ മെമ്മറി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് പ്രോസസ്സറിൽ നിന്ന് DMAക്ക് ഒരു കമാൻഡ് വരണം, ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്തു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സറിന് പിന്നെ റോളില്ല, നമ്മൾ DMA കൺട്രോളർ പെരിഫറൽ മെമ്മറി ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്യും. വെൻ ദ പെരിഫറൽ ഡിവൈസ് സെൻസ് DMA റിക്വസ്റ്റ്, ഒരു പെരിഫറൽ ഡിവൈസാണ് DMAക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ DMA കൺട്രോൾ ആക്ടിവേറ്റ്സ് ദ BR ലൈൻ. BMA പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. DMA ആദ്യം എന്ത് ചെയ്യും, ബസ് റിക്വസ്റ്റ് സിഗ്നൽ കൊടുക്കും, ഇൻഫോമിംഗ് ദ CPU ടു ഗെറ്റ് ദ കൺട്രോൾ ഓഫ് ദ ബസ്, റിക്വസ്റ്റ് ദ ബസ് ടു റിക്വസ്റ്റ് ദ ബസ് ഓർ ഗെറ്റ് ദ കൺട്രോൾ ഓഫ് ദ ബസ്. ദ CPU റെസ്പോൺസ് വിത്ത് ഇറ്റ്സ് BG ലൈൻ. ബസ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ ഓപ്പറേഷൻസ് ടെർമിനേറ്റ് ചെയ്തിട്ട് ബസ് ഗ്രാൻഡ് ലൈൻ കൊടുക്കും, ഇൻഫോമിംഗ് ദ DMA ദാറ്റ് ഇസ് ബസ് ആർ ഡിസേബിൾഡ്, ബസ് എല്ലാം ഫ്രീ ആണ് എന്ന ഇൻഫർമേഷൻസ് നമ്മൾ DMA കൺട്രോളറിനെ പ്രോസസ്സർ ഇൻഫോം ചെയ്യുന്നത് BG ലൈൻ വഴിയായിരിക്കും. ദ DMA ദെൻ പുട്ട്സ് ദ കറണ്ട് വാല്യൂ ഓഫ് ഇറ്റ്സ് അഡ്രസ് രജിസ്റ്റർ ഇൻ ടു അഡ്രസ് ബസ്. അഡ്രസ് രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് അതെന്ന് പറയുന്നത് മെമ്മറിയുടെ ആദ്യത്തെ ഇനീഷ്യൽ അഡ്രസ്സാണ്, അത് നമ്മൾ അഡ്രസ് ബസ്സിലേക്ക് വയ്ക്കും. ഇനിഷ്യേറ്റ്സ് ദ റീഡ് ഓർ റൈറ്റ് സിഗ്നൽസ്, റീഡ് ചെയ്യേണ്ട ഓപ്പറേഷനും റീഡ് സിഗ്നലും റൈറ്റ് ചെയ്യേണ്ട ഓപ്പറേഷനും റൈറ്റ് സിഗ്നലും ഇഷ്യൂ ചെയ്യും. ആൻഡ് സെൻസ് DMA അക്നോളജ് ദ പെരിഫറൽ ഡിവൈസ്, എന്നിട്ട് പെരിഫറൽ ഡിവൈസിനെ അക്നോളജ് ചെയ്യും.
അതാണ് ഡി എം എയിലേക്ക് പെരിഫറൽസ് റിക്വസ്റ്റ് ചെയ്താൽ. ദെൻ വെൻ ദ പെരിഫറൽ ഡിവൈസ് റിസീവ്സ് എ ഡി എം എ അക്നോളജ്, നമ്മൾ പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡിവൈസിലേക്ക് ഡി എം എയിൽ നിന്ന് ഒരു അക്നോളജ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് പുട്ട്സ് എ വേർഡ് ഇൻ ദ ഡാറ്റാ ബസ്. സോ ഡാറ്റ റൈറ്റ് ചെയ്യേണ്ട കേസാണെങ്കിൽ ഐ ഒ ഡിവൈസിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യാണ് വേണ്ടത്. സോ റൈറ്റ് സിഗ്നൽ കൊടുക്കും. ഓർ റിസീവ്സ് എ വേർഡ് ഫ്രം ദ ഡാറ്റാ ബസ്സിലുള്ള ഡാറ്റ നമ്മൾ ഐ ഒ ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഡി എം എ കൺട്രോൾസ് ദ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈസ് ദ അഡ്രസ് ഫോർ ദ മെമ്മറി. സോ നമ്മൾ ഡി എം എയുടെ കൺട്രോളിലാണെന്ന് റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും അഡ്രസ് ലൈൻസിൻ്റെ കൺട്രോളും നമ്മുടെ ഡി എം എയിലായിരിക്കും. ഫോർ ഈച്ച് വേർഡ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, ഓരോ പ്രാവശ്യം നമ്മൾ വേർഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡി എം എ ഇൻക്രിമെൻറ്റ്സ് ഇറ്റ്സ് അഡ്രസ് രജിസ്റ്ററിൻ്റെ കൗണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യും ആൻഡ് ദ കൗണ്ട് രജിസ്റ്ററിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ് ജസ്റ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ പ്രിപ്പയറിംഗ് നോട്ട്സ്. നമ്മൾ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ ഓപ്പറേഷൻസും ഈ മാറ്റേഴ്സ് എല്ലാം. Then, if the count register reaches 0, the DMA stops any further transfer and removes its bus request. Count in the value 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ DMA കംപ്ലീറ്റ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും ആൻഡ് ബസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത സിഗ്നൽസിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഓൾസോ ഇൻഫോംസ് CPU ഓഫ് ദ ടെർമിനേഷൻ ബൈ മീൻസ് ഓഫ് ആൻ ഇൻട്രപ്റ്റ്. സോ നമ്മളുടെ DMA കൺട്രോൾ കാണിച്ചപ്പോൾ അതിനകത്ത് ഒരു ഇൻട്രപ്റ്റ് ലൈൻ കൂടി കാണിച്ചായിരുന്നു. ഇൻട്രപ്റ്റ് ലൈൻ എവിടെയാണ് കാണിച്ചത്? ഒരു ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ കൺസെപ്റ്റ് കൂടിയിട്ട് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ് ആയിട്ട് നമ്മളുടെ DMA ഇൻട്രപ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. സോ പ്രോസസ്സർ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇൻട്രപ്റ്റ് വഴിയും ബസ് റിക്വസ്റ്റിന് പകരം ഇൻട്രപ്റ്റ് വഴി നമ്മൾ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യാം. ഓക്കെ, സോ അത് ഡിപ്പെൻഡ്സ് ഓൺ സിസ്റ്റം ഡിസൈനർ. Okay, when the CPU response interrupt, it reads the content of the word count register. കൗണ്ടിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തു എന്ന് പ്രോസസ്സറിനും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, പ്രോസസ്സറിനും ചെക്ക് ചെയ്യാൻ പറ്റും. 0 value of this register indicates that all words were transferred successfully. The CPU can read this register at any time to check the number of words already transferred. പ്രോസസ്സർ ഉപയോഗിച്ച് നമ്മൾക്ക് ഈ കൗണ്ട് രജിസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഹോ മെനി എത്ര പെർസെൻറ്റേജ് ആയി എന്നുള്ള ഡേറ്റ ട്രാൻസ്ഫറിൽ കാണിക്കും. 30% ആയി, 45% ആയി എന്നുള്ള ആ ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റാറ്റസ് ഒക്കെ ഇൻഫോം ചെയ്യുന്നത് നമ്മളുടെ പ്രോസസ്സർ ഈ കൗണ്ടിൻ്റെ വാല്യൂ റീഡ് ചെയ്തതിന് ശേഷമായിരിക്കും. DMA controller may have more than one channel. നമ്മൾ പറഞ്ഞു more than one channel ഉണ്ട്. In this case, each channel has a request and acknowledge pair of control signals which are connected to separate peripheral device. ഓരോ ഡിവൈസിനും ഈ റിക്വസ്റ്റിൻ്റെയും അക്നോളജിൻ്റെയും രണ്ട് സിഗ്നൽസ് വെച്ച് വേണം. each channel has its own address register. ഓരോ ചാനലിനും ഡെഡിക്കേറ്റ് ചെയ്ത ഒരു അഡ്രസ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഓരോ ചാനലും ഡെഡിക്കേറ്റ് ചെയ്തൊരു വേർഡ് കൗണ്ട് രജിസ്റ്റർ ഉണ്ടായിരിക്കണം within the DMA controller. Priority among the channels may be established so that channels with high priority are serviced before channels with lower priority. ഞാൻ പറഞ്ഞു മോർ ദാൻ വൺ പെരിഫറൽ ഡിവൈസ് ഒറ്റ DMA യിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പ്രയോറിറ്റി അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. പ്രയോറിറ്റി അസൈൻമെൻറ്റ് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് മാനേജ് ചെയ്യാം, ഹാർഡ്വെയർ വെച്ചും മാനേജ് ചെയ്യാം. ഓക്കെ, രണ്ടിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ടും നമുക്ക് ഈ പ്രയോറിറ്റി അസൈൻമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ, ഈ DMA കൺട്രോൾ വഴിയുള്ള. സോ നമ്മൾ 3 മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തതിൽ ഈ DMA കൺട്രോളറാണ് നമ്മളുടെ ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ DMA കൺട്രോളറാണ് ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ DMA വഴിയാണ് പറ്റുക. ഇറ്റ് ഓൾസോ യൂസ്ഫുൾ ഫോർ അപ്ഡേറ്റിംഗ് ദ ഡിസ്പ്ലേ ഇൻ ആൻ ഇൻട്രാക്റ്റീവ് ടെർമിനൽ. സോ മോണിറ്ററിലുള്ള ഡിസ്പ്ലേ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? DMA സപ്പോർട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ DMA എന്ന് പറയുന്ന നമ്മൾ സ്ക്രീൻ എന്ന് പറയുന്നത് മോണിറ്റർ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഒരു മെമ്മറി പ്രോസസറിനകത്തുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള ഒരു മെമ്മറിയിലായിരിക്കും. ഈ ഗ്രാഫിക്സ് മെമ്മറിയിലായിരിക്കും മെമ്മറിയുടെ സ്ക്രീനിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് DMA കൺട്രോൾ വഴിയായിരിക്കും. ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു സ്ക്രീൻ പീരിയോഡിക്കലി ബൈ മീൻസ് ഓഫ് എ DMA ട്രാൻസ്ഫർ. സോ DMA എവറി എത്രയോ സെക്കൻഡ്സിന് ശേഷം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഒരു സെക്കൻഡ്സിൽ ദിസ് മെനി ടൈംസ് അതിന് റിഫ്രഷിങ് റേറ്റ് എന്നൊക്കെ പറയുന്ന ആ റേറ്റിലെ ഓരോ പ്രാവശ്യവും ഈ ഗ്രാഫിക്സ് മെമ്മറിയിലുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് നമ്മളുടെ ഗ്രാഫിക്സ് ഡിവൈസിലേക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് DMA വഴിയായിരിക്കും. സോ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ദറ്റ് ടു ബി നോട്ടഡ് ഇഫ് ദേ ആസ്ക് യു അബൌട്ട് ദ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നമ്മൾ പഠിച്ച 3 മെത്തേഡ്സിൽ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഒരു ഫാസ്റ്റായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് DMA ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സോ ഈ DMA ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് വേണ്ടി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സേഴ്സ് തന്നെയുണ്ട്. അഡ്വാൻസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ IO പ്രോസസ്സർ തന്നെയുണ്ട്. ഈ പ്രോസസ്സർ ആയിരിക്കും നമ്മളുടെ DMA മാനേജ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടോപ്പിക്സ്
about DMA transfer.